ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഓണം സെലിബ്രേഷൻ. വയനാട് ദുരന്തത്തിൽ ദുഃഖം ആചരിച്ചുകൊണ്ട് ആഡംബരങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു സാധാരണ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു. എന്നാൽ കുട്ടികളെല്ലാം നല്ല ആക്റ്റീവായിരുന്നു. അവരിങ്ങനെ ഓണപ്പാട്ടൊക്കെ പാടുകയാണ്. എല്ലാ കുട്ടികളും പങ്കെടുത്തിരുന്നു. എല്ലാം കൂടി എനിക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ നമ്മുടെ മുൻ ഹെഡ് മാസ്റ്ററായ ജോൺ സാമുവൽ സാർ അവിടെ എത്തിയിരുന്നു. അദ്ദേഹവും ഓണവുമായി ബന്ധപ്പെട്ട് രണ്ട് വാക്ക് സംസാരിക്കുകയും പിന്നെ ഒരു വാല്യുബിൾ കോട്ടൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. Time is running fast away. We must work and work today. അപ്പോൾ ഈ ഓണത്തിൻ്റെ ഒരു സന്ദേശം. തുടർന്ന് നമ്മുടെ പ്രിൻസിപ്പളായ റോഷ്നി മാം രണ്ട് വാക്ക് ഓണത്തിനെ പറ്റി സംസാരിച്ചു. തുടർന്ന് നമ്മുടെ ഓണാഘോഷ പരിപാടികളായിരുന്നു. പിന്നെന്താണ്, വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് ബോട്ടിൽ എത്ര നിറയ്ക്കുന്നു, ആരാണ് ഫസ്റ്റ് എന്നൊക്കെ ഉള്ള മത്സരങ്ങളൊക്കെ ആയിരുന്നു ആദ്യം നടന്നത്. എല്ലാവർക്കും പങ്കെടുക്കണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ലിമിറ്റഡ് ടൈമിൽ മാക്സിമം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പലതരത്തിലുള്ള ഗെയിംസൊക്കെ നമ്മുടെ ഐഡിയയിൽ ഉണ്ടായിരുന്നെങ്കിലും എല്ലാ ഗെയിംസും അവിടെ നടപ്പിലാക്കാനായിട്ടുള്ള ടൈം നമുക്കുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഉള്ള ഒരു ഐറ്റം ആണെങ്കിൽ പോലും 1, 2, 3 ഒക്കെ ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ ഗെയിംസ്. പക്ഷേ ആ ഉള്ളതിനെ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഗംഭീരമായി തന്നെ നടത്തി. പിന്നെ നമ്മുടെ മാം കുട്ടികൾക്കൊക്കെ സ്വീറ്റ്സൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അത് നമ്മുടെ ജോൺ സാമുവൽ സാറിൻ്റെ അടുത്തിരിക്കുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ സലാം സാറാണ്. പിന്നെ കുഞ്ഞു കുട്ടികളുടെ കസേര കറക്ക മത്സരം നല്ല ഭയങ്കര കോമഡി ആയിരുന്നു. നല്ല രസമായിരുന്നു. കണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഫണ്ണിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ. ടീച്ചേഴ്സ് എന്ന നിലയിൽ കുഞ്ഞുങ്ങളുടെ സന്തോഷം, അവർ കാണിക്കുന്ന കുട്ടി കുറുമ്പുകൾ, അങ്ങനെ എല്ലാം നമുക്ക് കണ്ണിന് വളരെ നല്ല കുളിർമയുള്ള രസകരമായ കാഴ്ചകളാണ്, പറയാതെ വയ്യ. കുട്ടികളുടെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ടീച്ചേഴ്സിൻ്റെ മത്സരമായിരുന്നു. അതും ഭയങ്കര ഫണ്ണിയായിരുന്നു. അങ്ങനെ കേസ് മത്സരത്തിൽ ഞാനാണ് ജയിച്ചത്. മാമിൻ്റെ നിന്ന് എനിക്ക് സ്വീറ്റ്സ് വാങ്ങിക്കാൻ പറ്റി. ശേഷം പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നമ്മുടെ തൊളിക്കോട് തന്നെ ഒരു ഓണച്ചന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ജസ്റ്റ് ഒന്ന് കയറി ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.